ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇടപെടുന്നവർക്കറിയാം ആ നിശബ്ദ വിപ്ലവം. ഇന്ത്യൻ ഡിഫൻസ് കമ്പനി ഓഹരികളുടെ കടിഞ്ഞാണില്ലാത്ത കുതിപ്പ്. ലോക ആയുധ കമ്പോളത്തിലെ ഏറ്റവും വലിയ വാങ്ങലുകാരൻ എന്നതിൽ നിന്ന് അവഗണിക്കാനാകാത്ത കയറ്റുമതിക്കാരനായി വളരുന്ന ഒരു രാജ്യത്തിന്റെ കുതിപ്പിന്റെ നിശ്വാസം. ഇന്ത്യക്കാരന് ചെലവ് കുറച്ച് നിർമ്മിക്കാൻ അറിയാം. ആഗോള സാങ്കേതിക വിദ്യയിൽ നല്ല പിടിയുണ്ട്. ചൈനക്കാരെ പോലെ ടെക്നോളജി മോഷ്ടിച്ച് കോപ്പി കാറ്റുകൾ സൃഷ്ടിക്കില്ല. തുർക്കിയിൽ 4 ലക്ഷം രൂപ ചെലവിലുണ്ടാക്കുന്ന ഒരു യൂണിറ്റ് 155 mm നാറ്റോ റൗണ്ട് ആർട്ടിലറി ഷെൽ ഇന്ത്യൻ കമ്പനി 85,000 രൂപ ചെലവിലുണ്ടാക്കി നൽകും. BJPയിലെയും കോൺഗ്രസിലെയും ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ പ്രതിരോധ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ മാത്രം 5.5 ലക്ഷം കോടി രൂപ ഇന്ത്യൻ ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഇതെല്ലാം വലിയ മാറ്റങ്ങളാണ്. 2029 $5 ബില്യൺ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യലാണ് ഇന്ത്യൻ ഡിഫൻസ് ഇൻഡസ്ട്രി ബ്ലൂ പ്രിന്റിന്റെ ലക്ഷ്യം. 2025 തന്നെ ഇന്ത്യ അതിൻ്റെ 75% നേടിക്കഴിഞ്ഞു. ഇന്ത്യയുടെ IT വ്യവസായം വളർന്നതും ഇങ്ങനെയായിരുന്നു. പതിയെ നീറി കത്തിപ്പിടിച്ച് ആളിപ്പടർന്ന് IT ശേഷം വരാനിരിക്കുന്ന ആ ഡിഫൻസ് ഇൻഡസ്ട്രി വിപ്ലവത്തിന്റെ കഥയാണ് പറയാനുള്ളത്. റഷ്യ, ഫ്രാൻസ്, അമേരിക്ക, അങ്ങേയറ്റം ഇസ്രായേൽ. ഇന്ത്യക്ക് എക്കാലവും ആയുധങ്ങൾ വിറ്റിരുന്നത് ഈ രാജ്യങ്ങളാണ്. ലോക ആയുധ കമ്പോളത്തിലെ ഈ വൻ സ്രാവുകളോടുള്ള അമിത ആശ്രിതത്വം ചെലവേറിയത് മാത്രമല്ല, അപകടകരവുമാണ്. ജിയോപൊളിറ്റിക്കൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ സപ്ലൈ ചെയിനുകൾ തടസ്സപ്പെടും. സ്പെയർ പാർട്സുകൾ ലഭിക്കാൻ വൈകും. നിർണായകമായ അപ്ഗ്രേഡുകൾ നിഷേധിക്കപ്പെടും. ഏറ്റവും പുതിയ മോഡൽ ഡിഫൻസ് സിസ്റ്റംസ് പോലും 5 വർഷം കഴിഞ്ഞാൽ ഡീകമ്മീഷൻ ചെയ്യേണ്ട അവസ്ഥ. ഇതിന് മറുമരുന്നായി 2020 ആത്മനിർഭർ ഭാരതിന് തുടക്കമാകുന്നത്. 5 വർഷ കാലയളവിൽ ഇന്ത്യയുടെ നിർമ്മാണ മേഖലയിൽ എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ ഉണ്ടായെങ്കിലും പ്രതിരോധ മേഖലയിലാണ് ഏറ്റവും പ്രകടമായ മാറ്റമുണ്ടായത്. ആത്മനിർഭർ ഭാരത് പ്രതിരോധ മേഖലയിലേക്ക് വ്യാപിപ്പിച്ചപ്പോൾ ഇന്ത്യ നിർണായകമായ ചില പശ്ചാത്തല സൗകര്യങ്ങൾ കൂടി ഒരുക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 2020 ഓഗസ്റ്റ് 1 മുതൽ 5000-ലധികം യുദ്ധസാമഗ്രി കാറ്റഗറികൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത് പ്രതിരോധ മന്ത്രാലയം പൂർണ്ണമായും നിരോധിച്ചത്. പോസിറ്റീവ് ഇൻഡിജനൈസേഷൻ ലിസ്റ്റ് എന്നാണ് ഈ നിരോധന നീക്കം അറിയപ്പെട്ടത്. സാധാരണ റൈഫിളുകൾ മുതൽ ആർട്ടിലറി ഗണ്ണുകളും മിസൈൽ സിസ്റ്റംസും റഡാർ എക്യുപ്മെന്റ്സും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും നേവൽ പ്ലാറ്റ്ഫോംസും അടക്കമുള്ള 5000 ഇനം യുദ്ധസാമഗ്രികളാണ് ഇനിയൊരിക്കലും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. വിദേശ ഓപ്ഷനുകൾ എത്ര കേമനാണെങ്കിലും ഇന്ത്യൻ സൈന്യത്തിന് ഇനി ഇവ ഇറക്കുമതി ചെയ്യാൻ അനുവാദമില്ല. പകരം ഇന്ത്യൻ നിർമ്മാതാക്കളിൽ നിന്ന് തന്നെ വാങ്ങണം, ഇന്ത്യയിൽ ഉണ്ടാക്കണം. ഏത് സൈനിക വിഭാഗത്തിൻ്റെയും കണ്ണും കരളുമായ ആർട്ടിലറിയും റഡാറും മിസൈലുകളും ഇറക്കുമതി നിരോധനത്തിൻ്റെ പരിധിയിൽ വന്നത് ലോകം ഞെട്ടലോടെയാണ് കണ്ടത്. ഇന്ത്യ വലിയതെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് പ്രതിരോധ വിദഗ്ധർ നിരീക്ഷിച്ചു. ആഭ്യന്തര കമ്പനികൾക്ക് ഇന്ത്യയിൽ ഉറപ്പായ വിപണി, ഗ്യാരണ്ടി ഡിമാൻഡ് സൃഷ്ടിക്കാനായിരുന്നു ഈ നീക്കം. വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ കമ്പനികൾക്ക് നിക്ഷേപിക്കാനും വളരാനും പരീക്ഷണങ്ങൾ നടത്താനുമുള്ള സുരക്ഷിതമായ സാഹചര്യമൊരുങ്ങി. വലിയ വെല്ലുവിളിയായിരുന്നെങ്കിലും ആ റിസ്ക് ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. നയങ്ങൾ മാത്രം പോരാ, അടിസ്ഥാന സൗകര്യങ്ങളും വേണം. അതിനുള്ള അടുത്ത ചുവടായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ ഇടനാഴികൾ. തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിലുമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ ആരംഭിച്ചത്. വലിയ പ്രതിരോധ കോർപ്പറേറ്റുകൾ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഡിഫൻസ് ലാബുകളുടെയും ഫാക്ടറികളുടെയും ചെയിനാണിവ. ഇന്ത്യയുടെ ഡിഫൻസ് സിലിക്കൺ വാലി. ഉത്തർപ്രദേശിലുള്ളത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിഫൻസ് കോറിഡോറാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് സബ്സിഡി നിരക്കിൽ ഭൂമി, നികുതി ഇളവുകൾ, വിദഗ്ധ തൊഴിലാളികൾ, ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ എന്നിവയെല്ലാം സർക്കാർ നൽകും. പ്രതിരോധ കോറിഡോറുകൾ പ്രഖ്യാപിച്ച് 30 ദിവസം തികയും മുമ്പ് അടുത്ത നീക്കമെത്തി. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ വലിയ തടസ്സം വിദേശ നിക്ഷേപത്തിനുള്ള നിയന്ത്രണമായിരുന്നു. 2020 സെപ്റ്റംബർ 17 ഓട്ടോമാറ്റിക് റൂട്ട് വഴി 74% നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഇന്ത്യ അനുവദിച്ചു. വിദേശ കമ്പനികൾക്ക് ഇന്ത്യൻ പ്രതിരോധ കമ്പനികൾ നിക്ഷേപം നടത്താം, സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കാം, സാങ്കേതികവിദ്യ കൈമാറ്റം ചെയ്യാം, ഇന്ത്യയിൽ തന്നെ നിർമ്മാണം നടത്താം. ഇതിനു മുമ്പ് വിദേശ കമ്പനികളിൽ നിന്ന് ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുമ്പോൾ കരാർ തുകയുടെ ഒരു ഭാഗം ഇന്ത്യയിൽ തന്നെ നിക്ഷേപിക്കണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, റഫാൽ ജെറ്റുകൾ ഫ്രാൻസിൽ നിന്നും വാങ്ങുമ്പോൾ പകുതി വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്നും അറ്റകുറ്റപ്പണി ഇന്ത്യയിൽ തന്നെ നടത്തണമെന്നുമുള്ള ഓഫ്സെറ്റ് പോളിസി. ഈ നിയമത്തിൽ പല പഴുതുകളും ഉണ്ടായിരുന്നു. റഫാലിൻ്റെ ചിപ്പുകളിലോ സോഫ്റ്റ്വെയറുകളിലോ ഇന്ത്യൻ കമ്പനികൾക്ക് ആക്സസ് ഉണ്ടായിരുന്നില്ല. പുതിയ FDI പരിഷ്കാരങ്ങൾ, ഹൈ എൻഡ് ഡിഫൻസ് സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ കമ്പനികൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തി. അടുത്തതായി ഡിഫൻസ് അക്വിസിഷൻ പ്രൊസീജിയർ 2020 നയം ഇന്ത്യ പ്രഖ്യാപിച്ചു. നമ്മുടെ രാജ്യം ആയുധങ്ങൾ വാങ്ങുന്ന രീതിയെ തന്നെ ഈ പോളിസി മാറ്റിമറിച്ചു. ബൈ ഇന്ത്യൻ, ഡിസൈൻ ഇന്ത്യൻ, ബിൽഡ് ഇന്ത്യൻ എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം.
ഇത് ആയുധം വാങ്ങൽ പ്രക്രിയകൾ ലളിതമാക്കുകയും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രതിരോധ കരാറുകളിൽ പങ്കെടുക്കാൻ അവസരം നൽകുകയും ചെയ്തു. ഇനി കുറച്ച് കണക്കുകൾ നോക്കാം. 2013-14 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് വെറും 686 കോടി രൂപയുടേത് മാത്രമാണ്. 10 വർഷം കഴിഞ്ഞ് 2023-24 കയറ്റുമതി 21,083 കോടി കടന്നു. 2024-25 കയറ്റുമതി 23,622 കോടി എന്ന റെക്കോർഡ് നേട്ടത്തിലെത്തി. 2026 മാർച്ച് മാസത്തോടുകൂടി കയറ്റുമതി 30,000 കോടിയിലെത്തുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രവചിച്ചിട്ടുണ്ട്. 2029 50,000 കോടി ഡിഫൻസ് കയറ്റുമതി എന്ന വലിയ ലക്ഷ്യമാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. 10 വർഷം കൊണ്ട് 30 ഇരട്ടി വർധന. ഇന്ത്യയിലെ ചുരുക്കം ചില ഇൻഡസ്ട്രികൾക്ക് മാത്രമേ ഇത്തരമൊരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അവകാശപ്പെടാനാകൂ. വെറും സ്പെയർ പാർട്സും വെടിയുണ്ടയും അല്ല ഇന്ത്യ കയറ്റുമതി ചെയ്തത്. മിസൈലുകൾ, ആർട്ടിലറി സിസ്റ്റം, റോക്കറ്റ് ലോഞ്ചേഴ്സ്, അമ്യൂണിഷൻ റഡാർസ്, ഇലക്ട്രോണിക്, വിമാനഭാഗങ്ങൾ എന്നിവയെല്ലാം ഇതിലുണ്ട്. അതെന്തെല്ലാമാണെന്ന് വിശദമായി വീഡിയോ പുരോഗമിക്കുമ്പോൾ പറയാം. ഇന്ത്യ നിലവിൽ 100-ലധികം രാജ്യങ്ങളിലേക്ക് ഡിഫൻസ് എക്യുപ്മെൻറ്റുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഉപഭോക്താക്കളുടെ പട്ടിക തന്ത്രപ്രധാനമാണ്. അമേരിക്ക, ഫ്രാൻസ്, ഇസ്രായേൽ, UAE, ഫിലിപ്പൈൻസ്, അർമേനിയ, ഇറ്റലി എന്നിവിടങ്ങളിലേക്കെല്ലാം ഇതൊരു വലിയ കാര്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾക്കും മിഡിൽ ഈസ്റ്റിലെ പങ്കാളികൾക്കും സംഘർഷ മേഖലയിലുള്ള രാജ്യങ്ങൾക്കും ഒരേ സമയം ഇന്ത്യ ആയുധങ്ങൾ നൽകുന്നു. ഇതിനർത്ഥം ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇൻ്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പുലർത്തുന്നുവെന്നാണ്. US, റഷ്യ, ഫ്രാൻസ്, ചൈന എന്നിവരെല്ലാം അടക്കി വാണിരുന്ന വിപണിയിൽ വിശ്വസിക്കാവുന്ന വിതരണക്കാരനായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഇന്ത്യ പ്രതിരോധ ഇറക്കുമതി നയം പ്രഖ്യാപിച്ച ശേഷം ആദ്യം നടന്ന വലിയ ഇടപാട് ബ്രഹ്മോസ് എയ്റോസ്പേസിൻ്റേതാണ്. 2022 ജനുവരി 28 ഫിലിപ്പൈൻസുമായി ഒപ്പിട്ട $375 മില്യൺ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ കരാർ ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിംഗിൾ ഡിഫൻസ് എക്സ്പോർട്ട് കരാറായിരുന്നു. 2 വർഷം കഴിഞ്ഞ് 2024 ഏപ്രിൽ 12 ഇന്ത്യ ആദ്യത്തെ ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പൈൻസിന് ഡെലിവറി ചെയ്തു. ബ്രഹ്മോസ് ഒരു നിസാര ഉൽപ്പന്നമല്ല, ഹൈ സ്പീഡ് പ്രിസിഷൻ ഗൈഡഡ് സൂപ്പർസോണിക് മിസൈൽ സിസ്റ്റമാണ്. മാരകമായ സ്ട്രാറ്റജിക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യക്ക് ശേഷിയുണ്ടെന്ന് ഈ കരാറിലൂടെയാണ് ലോകത്തിന് ബോധ്യപ്പെട്ടത്. ബ്രഹ്മോസിന് ശേഷം അതേ വർഷം 2022 സെപ്റ്റംബറിൽ ഇന്ത്യ അർമേനിയ ആർട്ടിലറി ഡീൽ ഒപ്പിട്ടു. പിനാക്ക മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ, ATGS ഹൗവിറ്റേഴ്സ്, ആകാശ് 1S സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം എന്നിവയെല്ലാം ഇന്ത്യ അർമേനിയയ്ക്ക് വിറ്റു. 16,000 കോടി രൂപയുടെ കരാർ. ലോകത്തിന് വീണ്ടും തെളിഞ്ഞു, ഈ കളിയിൽ ഇന്ത്യ വെറുതെ ഒന്ന് കളിച്ചു നോക്കി പോകാൻ വന്നതല്ല. യുദ്ധക്കളത്തിലെ പ്രകടനമാണ് ഒരായുധത്തിൻ്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. അർമേനിയയിലെ സംഘർഷ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടപ്പോൾ അത് ഭാവി ഉപഭോക്താക്കൾക്ക് വലിയ ആത്മവിശ്വാസം നൽകി. ഈ ബലത്തിലാണ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് തങ്ങൾ വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റായ തേജസ് വിൽക്കാനായി മലേഷ്യയുമായും അർജന്റീനയുമായും ചർച്ചകൾ നടത്തിയത്. തേജസ് ഡീൽ ഈ രാജ്യങ്ങളിലെ കുഴഞ്ഞുമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലം ഇപ്പോഴും നെഗോഷിയേഷൻ ടേബിളിലാണ്. തേജസിന് ഒരു വലിയ കയറ്റുമതി കരാർ ലഭിച്ചാൽ സ്വന്തമായി യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്ന എലൈറ്റ് രാജ്യങ്ങളുടെ ക്ലബിലാണ് പിന്നെ ഇന്ത്യ. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ സാമഗ്രി ഉൽപ്പാദനം 1.27 ലക്ഷം കോടി കടന്നു. ആർട്ടിലറി സിസ്റ്റം, സെൻസേഴ്സ്, അമ്യൂണിഷൻ, ആർമഡ് വെഹിക്കിൾ കമ്പോണൻസ് ഇതൊന്നും ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നില്ല. എല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ. ബാക്കിയുള്ളത് കയറ്റുമതിയും ചെയ്യുന്നു. സ്നൈപ്പർ റൈഫിളുകൾ, ബോഡി ആർമർ, ടാക്ടിക്കൽ ഗിയർ, സ്പെഷ്യലൈസ്ഡ് ബൂട്ട്സ് എന്നിവയിലാണ് കോമ്പാക്റ്റ് വിഭാഗത്തിൽ ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി. റഷ്യൻ സൈന്യം ഉപയോഗിക്കുന്നത് ബീഹാറിൽ നിർമ്മിക്കുന്ന ബൂട്ടുകളാണ്. അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് 2 ആഴ്ച മുമ്പ് 2026 ഫെബ്രുവരി 12 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഇന്ത്യൻ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾക്കായി 3.6 ലക്ഷം കോടി രൂപയുടെ ഒരു പ്രപ്പോസലിന് അംഗീകാരം നൽകി. ഇതൊരു സാധാരണ പ്രതിരോധ കരാറല്ല, സ്ട്രാറ്റജിക് പിവോട്ടാണ്. ഈ പ്ലാനിന് കീഴിലുള്ള മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ വലിയൊരു ഭാഗം ഇന്ത്യ എന്നത്തെയും പോലെ വെറുതെ ഇമ്പോർട്ട് ചെയ്യില്ല. പകരം അവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. ഇത് വളരെ നിർണായകമാണ്. കാരണം ചരിത്രപരമായി ഇന്ത്യ പിന്തുടരുന്നത് ഒരു ബൈ ആൻഡ് ഓപ്പറേറ്റ് മോഡലായിരുന്നു. ഇപ്പോൾ അതൊരു ബിൽഡ് ആൻഡ് ഓൺ മോഡലിലേക്ക് മാറുകയാണ്. അത് എല്ലാത്തിനെയും മാറ്റിമറിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ ലക്ഷ്യങ്ങൾക്ക് ശക്തമായ സാമ്പത്തിക പിന്തുണയും ലഭിക്കുന്നുണ്ട്. ഇന്ത്യ 2026-27 സാമ്പത്തിക വർഷത്തെ ഡിഫൻസ് ബജറ്റ് 15.2% വർദ്ധിപ്പിച്ച് 7.85 ലക്ഷം കോടിയിലെത്തിച്ചു. ഇതിൻ്റെ യഥാർത്ഥ വശം മറ്റൊന്നാണ്. സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന CAPEX 22% വർദ്ധിച്ച് 2.19 ലക്ഷം കോടിയായി. കോർ മോഡേണൈസേഷൻ ബജറ്റ് മാത്രം 1.8 ലക്ഷം കോടിയിലെത്തി. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്.
ഇന്ത്യ ഇനി പട്ടാളക്കാർക്ക് ശമ്പളം നൽകുന്നതിലും സേനയെ നിലനിർത്തുന്നതിലും മാത്രമല്ല ശ്രദ്ധിക്കുന്നത്. ഭാവിയിലെ സൈനിക ശേഷിയിൽ വലിയ നിക്ഷേപം നടത്തുകയാണ്. വെപ്പൺസ്, എയർക്രാഫ്റ്റ്, ഡ്രോൺ, സൈബർ സിസ്റ്റംസ്, അങ്ങനെ എല്ലാത്തിലും. ഇതേ ബജറ്റിൽ ക്യാപിറ്റൽ അക്വിസിഷൻ ബജറ്റിന്റെ 75% ഇന്ത്യൻ കമ്പനികൾക്കായി ചെലവഴിക്കണമെന്ന് സർക്കാർ നിർബന്ധമാക്കിയിരിക്കുന്നു. പ്രതിരോധ ഉപകരണങ്ങൾക്കായി ചെലവഴിക്കുന്ന ഓരോ 4 രൂപയിലും 3 രൂപ ഇനി ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് ലഭിക്കും. ഇതാണ് മാർക്കറ്റ് ക്രിയേഷൻ. ഇത് ഡിമാൻഡ് ഉറപ്പാക്കും, അനിശ്ചിതത്വം കുറയ്ക്കും, കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് ആത്മവിശ്വാസം നൽകും. വിദേശ കമ്പനികളുടെ ലൈസൻസിന് കീഴിൽ ഉപകരണങ്ങൾ അസംബിൾ ചെയ്യുന്നതിനെ പ്രതിരോധ മന്ത്രാലയം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇന്ത്യ ശ്രദ്ധ വയ്ക്കുന്നത് കോ ഡെവലപ്മെൻറ്റിലാണ്. ഇന്ത്യൻ എഞ്ചിനീയർമാർ ഡിസൈനിൽ പങ്കുചേരുന്നു. ഇന്ത്യൻ കമ്പനികൾക്ക് കോർ ടെക്നോളജീസ് ലഭ്യമാകുന്നു. അപ്ഗ്രേഡുകളിലും എക്സ്പോർട്ടുകളിലും ഇന്ത്യക്ക് നിയന്ത്രണം ലഭിക്കുന്നു. ആ അവസ്ഥ. കാരണം യഥാർത്ഥ സ്വയം പര്യാപ്തത എന്നത് ഫൈറ്റർ ജെറ്റ് അസംബിൾ ചെയ്യുന്നതല്ല, അതിൻ്റെ എഞ്ചിൻ, റഡാർ, ചിപ്സ്, സോഫ്റ്റ്വെയർ എന്നിവ നിയന്ത്രിക്കുന്നതിലാണ്. ഇവിടെയാണ് യഥാർത്ഥ ശക്തി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമായ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. 3 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഡിഫൻസ് മേഖലയിലെ പ്രൈവറ്റ് സെക്ടർ പങ്കാളിത്തം 50% അതിലധികമോ ആയി വർദ്ധിപ്പിക്കുക. അതിനായി ഇന്ത്യ ഫാക്ടറികൾ മാത്രമല്ല നിർമ്മിക്കുന്നത്. ക്വാണ്ടം മിഷൻ, അടൽ ഇന്നൊവേഷൻ മിഷൻ, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്നിവ സ്ഥാപിച്ച് ഡീപ് ടെക് റിസർച്ചിന് ഫണ്ട് നൽകുന്നുണ്ട്. AI ഡ്രിവൺ വാർഫെയർ മുതൽ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ വരെ അടുത്ത തലമുറയിലെ യുദ്ധങ്ങൾക്കായി ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. ഇതിന് റിസൾട്ട് ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. 2014 ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനം 46,425 കോടിയായിരുന്നു. ഇന്നത് 1.51 ലക്ഷം കോടി കടന്നിരിക്കുന്നു. 10 വർഷത്തിൽ 3 മടങ്ങ് വളർച്ച. ആദ്യം ഇന്ത്യയുടെ ഒന്നാം നിര പ്രതിരോധ കമ്പനികൾ സംഭവിക്കുന്നത് നോക്കാം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയുടെ എയറോസ്പേസ് സ്വപ്നങ്ങളുടെ പ്രതിരൂപമാണ്. അവർ വികസിപ്പിച്ച തേജസ് MK-1A പ്രോഗ്രാം വെറുമൊരു ഫൈറ്റർ ജെറ്റ് മാത്രമല്ല, അത്യാധുനിക കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ രൂപകൽപ്പന ചെയ്യാനും പരീക്ഷിക്കാനും നിർമ്മിക്കാനും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും എന്നതിൻ്റെ തെളിവാണ്. തേജസിനപ്പുറം HALന്റെ അടുത്ത ലക്ഷ്യം അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന AMCA-യാണ്, ഇന്ത്യയുടെ സ്വന്തം സ്റ്റെൽത്ത് ഫൈറ്റർ എന്ന സ്വപ്നം. മറ്റൊരു ഡയമണ്ടായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന ബെൽ ഒരു ഡിജിറ്റൽ ബാറ്റിൽ ഫീൽഡ് രൂപീകരിക്കുന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ആധുനിക യുദ്ധങ്ങൾക്ക് വെടിയുണ്ട മാത്രമല്ല, ഇലക്ട്രോണിക്സും വേണം. ബെൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് റഡാറുകൾ, മിസൈൽ ഗൈഡൻസ് ഇലക്ട്രോണിക്സ്, ബാറ്റിൽ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോസ് എന്നിവ വികസിപ്പിക്കുന്ന പദ്ധതികളിലാണ്. പഴയകാലത്ത് ഇറക്കുമതി ചെയ്ത കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിന് പകരം ഹാക്കിങ്ങിനെ പ്രതിരോധിക്കുന്ന എൻക്രിപ്റ്റ് ചെയ്ത തദ്ദേശീയ SDRകളാണ് ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്നത്. ഇവ ഉണ്ടാക്കുന്നത് ബെല്ലാണ്. ബെൽ അടക്കമുള്ള ഇന്ത്യൻ കമ്പനികൾ നടത്തുന്ന ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ റിസർച്ച് ഡിഫൻസ് നെറ്റ്വർക്സിൽ സുരക്ഷിതമായ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഉറപ്പാക്കുന്നതിലേക്കുള്ള വലിയ ചുവടുവെപ്പാണ്. അന്തർവാഹിനികളും അതിവേഗ യുദ്ധക്കപ്പലുകളും ആധുനിക കാലത്തെ യുദ്ധതന്ത്രങ്ങളിൽ പ്രധാനമാണ്. മാസഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ഇവിടെ ഇന്ത്യയുടെ പതാകവാഹകനാകുന്നു. INS വിക്രാന്ത് കമ്മീഷൻ ചെയ്തതോടെ സ്വന്തമായി വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള രാജ്യങ്ങളുടെ എലൈറ്റ് ക്ലബിൽ ഇന്ത്യയും ഇടം പിടിച്ചു. നിലവിൽ ഡിസ്ട്രോയറുകൾ, ഫ്രിഗേറ്റ്സ്, സബ്മറൈൻസ്, കോംപ്ലക്സ് നാവൽ പ്ലാറ്റ്ഫോം എന്നിവ മാസഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് നിർമ്മിക്കുന്നുണ്ട്, കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഓഫ് ഷോർ പട്രോൾ വെസലുകൾ, ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ്സ്, നേവൽ റഡാർ സിസ്റ്റംസ് എന്നിവ നിർമ്മിക്കുന്നതിൽ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് കപ്പൽ നിർമ്മാണശാലയും ആഗോള വിപണിയിൽ മത്സരിക്കുന്നു. ഇന്ത്യയുടെ മിസൈൽ ശേഷി വികസിപ്പിക്കുക, ഇന്ത്യൻ സേനയ്ക്ക് കൈമാറുക, ബാക്കിയുള്ളവ സൗഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക. ഇതാണ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്ന BDL ഇപ്പോൾ ചെയ്യുന്നത്. ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റംസ് മുതൽ ആൻറ്റി ടാങ്ക് മിസൈൽസ് വരെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിൽ BDL വിജയിച്ചിട്ടുണ്ട്. ലാർസൺ ആൻഡ് ടർബോ എന്ന L&T ഇന്ത്യൻ ഡിഫൻസ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത് വലിയ മോഹങ്ങളുമായിട്ടാണ്. L&T നിർമ്മിച്ച K9 വജ്ര T ഹോവിറ്റ്സർ ഹെവി ആർട്ടിലറി മേഖലയിൽ ലോകത്തിൻ്റെ ഫേവറേറ്റ് ആണ്. ഇപ്പോൾ സബ്മറൈൻ ഹൾ ഫാബ്രിക്കേഷനിലും മിസൈൽ ലോഞ്ച് സിസ്റ്റങ്ങളിലും L&T സജീവമാണ്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡിൻ്റെ ഡിഫൻസ് വിഭാഗം ഇപ്പോൾ തന്നെ ആഗോള എയറോസ്പേസ് സപ്ലൈ ചെയിനിൻ്റെ ഭാഗമാണ്. എയർക്രാഫ്റ്റ് ഫ്യൂസലാജസ്, എയറോസ്പേസ് കോമ്പോണൻസ്, മിലിറ്ററി UAV പാസ്റ്റ് എന്നിവയെല്ലാം ഇവർ നിർമ്മിക്കുന്നു. പുതുപ്പണക്കാരിൽ ആദ്യം ഡിഫൻസിലേക്ക് ഇറങ്ങിയത് അദാനിയാണ്. അദാനി ഡിഫൻസ് ഇപ്പോൾ ഡ്രോൺ മാനുഫാക്ചറിംഗ്, സ്മോൾ ആംസ് പ്രൊഡക്ഷൻ, അമ്യൂണിഷൻ പ്ലാന്റ്സ്, റഡാർ സിസ്റ്റംസ് എന്നിവ നിർമ്മിച്ച് ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾക്ക് നൽകുന്നുണ്ട്. ഫ്രാൻസ്, UK എന്നിവിടങ്ങളിലേക്ക് വിൽക്കുന്നുമുണ്ട്. ലോകം അശാന്തമായതോടെ കൂടുതൽ വെടിയുണ്ടകൾ വേണ്ടിവരുന്നു. അമ്യൂണിഷന് ലോകത്ത് ഇന്ന് വലിയ ക്ഷാമമാണ്. കിഴക്കൻ യൂറോപ്പിൽ വെടിയുണ്ടകൾ ഉണ്ടാക്കുന്ന വ്യവസായം ഏതാണ്ട് പൂർണ്ണ തകർച്ചയിലായി. യൂറോപ്യൻ മെയിൻലാൻഡിൽ വെടിക്കോപ്പ് ഫാക്ടറികൾ ഓവർ റെഗുലേഷൻ മൂലം ഊർജ്ജശ്വാസം വലിക്കുന്നു. ഈ വിടവിലേക്ക് കയറി ഒരു ഗ്ലോബൽ അമ്യൂണിഷൻ ഹബ്ബാകാനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനുവേണ്ടിയാണ് ഈ വർഷം ജനുവരി 18 നാഗ്പൂരിൽ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് പൂർണ്ണമായും ഓട്ടോമേറ്റഡായ മീഡിയം കാലിബർ അമ്യൂണിഷൻ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ആരംഭിച്ചത്. ആർമിയും നേവിയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കടൽ കൊള്ളക്കാരെ തുരത്തുന്ന
30mm ഷെല്ലുകളാണ് ഇവിടെ പ്രധാനമായും നിർമ്മിക്കുന്നത്. ഇതേ ഫാക്ടറി പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച മൾട്ടിമോഡ് ഹാൻഡ് ഗ്രനേഡ് സൈന്യത്തിന് കൈമാറി. DRDO ഡിസൈൻ ചെയ്ത ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിൽ 99% റിലയബിലിറ്റിയുള്ള ഗ്രനേഡാണിത്. കയ്യിലിരുന്ന് പൊട്ടില്ല. പാശ്ചാത്യ രാജ്യങ്ങളിലെ ഉൽപ്പാദന തടസ്സത്തിൻ്റെ വിടവുകൾ ഇന്ത്യ നികത്തുകയാണ്. യുദ്ധകാല വ്യവസ്ഥയിൽ വെടിയുണ്ടകളാണ് യഥാർത്ഥ കറൻസി. ഇന്ത്യക്ക് ചെറുകിട വെടിക്കെട്ട് നടത്താനേ അറിയൂ. വലിയ കാര്യങ്ങളിൽ തൊട്ടാൽ കൈപൊള്ളുമെന്ന് ഇനിയും ആഗോള ആയുധ കയറ്റുമതി വമ്പന്മാർക്ക് പറയാനാകില്ല. ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേഷൻസ് പരീക്ഷിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. AMCS സ്റ്റെൽത്ത് പ്രൊജക്ട് ഇന്ത്യയുടെ എയ്റോസ്പേസ് സ്വപ്നങ്ങളുടെ അടുത്ത ഘട്ടമാണ്. കൂടാതെ അണ്ടർ വാട്ടർ സർവീലൻസ് സിസ്റ്റംസ്, ഓട്ടോണോമസ് സബ് സർവീസ് വെഹിക്കിൾസ് എന്നിവയും ഇന്ത്യ വിജയകരമായി വികസിപ്പിച്ചിട്ടുണ്ട്. ഇൻഡോ പസഫിക് ജിയോ പൊളിറ്റിക്സിൽ ആധിപത്യം ഉറപ്പാക്കാൻ ഡീപ് സീ ടെക്നോളജി അത്യാവശ്യമാണ്. ഇത് വെറും ഒരു ബേസിക് മാനുഫാക്ചറിംഗ് അല്ല, സ്ട്രാറ്റജിക് ഫ്രണ്ടിയർ ടെക്നോളജിയാണ്. സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോകൾ, സുരക്ഷിതമായ ബാറ്റിൽ ഫീൽഡ് നെറ്റ്വർക്ക്സ്, ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ എന്നിവയിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റം ഹാർഡ്വെയർ ഡിപ്പെൻഡൻസിൽ നിന്ന് ടെക്നോളജിക്കൽ സോവറിനിറ്റിയിലേക്കുള്ള ചുവടുവെപ്പാണ്. ഇന്ത്യയുടെ മിസൈൽ ശേഷിയുടെ കേന്ദ്ര ബിന്ദു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന DRDO ആണ്. പതിറ്റാണ്ടുകളായി DRDO തനതായ ഒരു മിസൈൽ എക്കോസിസ്റ്റം കെട്ടിപ്പടുത്തിട്ടുണ്ട്. അഗ്നി ബാലിസ്റ്റിക് മിസൈൽസ്, പൃഥ്വി ടാക്ടിക്കൽ മിസൈൽസ്, ആകാശ് സർഫസ് ടു എയർ മിസൈൽ, നാഗ് ആൻറ്റിടാക് മിസൈൽ, ആസ്ട്ര എയർ ടു എയർ മിസൈൽ എന്നിവയിലൂടെ 10 വർഷം മുമ്പ് വരെ മെല്ലെപ്പോക്കായിരുന്നു DRDOയുടെ മുഖമുദ്ര. ഒരു കൈബോംബ് ഉണ്ടാക്കാൻ 25 വർഷം ഗവേഷണം നടത്തുന്ന സ്ഥാപനം എന്ന ചീത്തപ്പേര് അതിനുണ്ടായിരുന്നു. ഇന്നത് മാറി. DRDO ഇന്ത്യയുടെ കയറ്റുമതി സാധ്യതകളുടെ സാങ്കേതിക നട്ടെല്ലാണ്. അവരുടെ 60% ഉൽപ്പന്നങ്ങളും എക്സ്പോർട്ട് റെഡിയാണ്. DRDO ഇപ്പോൾ വെറും ഒരു റിസർച്ച് ലാബല്ല, ഇന്ത്യയുടെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസിൻ്റെ അടിത്തറയാണ്. DRDO വികസിപ്പിക്കുകയും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾ നിർമ്മിക്കുകയും ചെയ്ത ആകാശ് മിസൈൽ സിസ്റ്റം 10ലേറെ രാജ്യങ്ങൾക്ക് ഇന്ത്യ വിറ്റിട്ടുമുണ്ട്. വിൽക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുമുണ്ട്. വിമാനങ്ങളെയും ഡ്രോണുകളെയും വീഴ്ത്താൻ കെൽപ്പുള്ള ഇൻബിൽറ്റ് റഡാർ സിസ്റ്റവുമായി സംയോജിപ്പിച്ചിരിക്കുന്ന, കരസേനയ്ക്കും വ്യോമസേനയ്ക്കും വേണ്ടി രൂപകൽപ്പന ചെയ്ത ആകാശ് ഇന്ത്യ വികസിപ്പിച്ച ഏറ്റവും പ്രഹരശേഷിയുള്ള പടക്കോപ്പാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സിസ്റ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ ആകാശിന് കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ്, കുറഞ്ഞ രാഷ്ട്രീയ നിയന്ത്രണങ്ങൾ, വേഗത്തിലുള്ള ഡെലിവറി സൈക്കിൾ എന്നിവയുമുണ്ട്. ആധുനിക യുദ്ധമുറകളിൽ ഡ്രോണുകളാണ് രാജാക്കന്മാർ. ഇൻഡിജിനസ് UAVs, സർവീലിയൻസ് ഡ്രോൺസ്, ലോയിറ്ററിംഗ് മ്യൂണീഷ്യൻസ് എന്ന സൂയിസൈഡ് ഡ്രോൺസ്, ടാക്ടിക്കൽ ബാറ്റിൽ ഫീൽഡ് UAV സിസ്റ്റം എന്നിവയെല്ലാം ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻസ് ഡ്രോണുകൾ ഉണ്ടാക്കുന്നത് എന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ ലോകം പറയുമെന്ന് രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചത് വെറുതെയല്ല. തപസ് ബീച്ച് 201 എന്ന റുസ്തം 2, നാഗാസ്ത്ര 1, രുദ്രാസ്ത്ര, DRDO അഭയ്, ഖട്ടക്, ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ തുടങ്ങിയ ഡ്രോണുകളും, ഭാർഗവാസ്ത്ര, ആകാശ് തീർ തുടങ്ങിയ ആൻറ്റി ഡ്രോണുകളും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്. ഇന്ത്യൻ സേന ഉപയോഗിക്കുന്നതാണ്, പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്നവയാണ്. ഡിഫൻസിനൊപ്പം ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ സ്വർണ്ണഖനിയാണ് സ്പേസ് ടെക്നോളജി. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സ്പേസ് മിഷനുകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ISRO ആണ്. സർക്കാരിൻ്റെ മറ്റൊരു ധീരമായ നീക്കത്തിലൂടെ അത് മാറി. സ്പേസ് ടെക്നോളജിയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് വാതിലുകൾ തുറന്നു കൊടുക്കാൻ രൂപകൽപ്പന ചെയ്ത ഇൻസ്പേസ് എന്ന റെഗുലേറ്ററി ബോഡിയുടെ രൂപീകരണത്തോടെ സ്റ്റാർട്ടപ്പുകൾക്ക് ഇന്ത്യയിൽ റോക്കറ്റുകൾ നിർമ്മിക്കാം, സ്വന്തമായി ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കാം, വിക്ഷേപണ സേവനങ്ങൾ നൽകാം, ആഗോളതലത്തിൽ മത്സരിക്കാം. ഇൻസ്പേസിൻ്റെ തുടർച്ചയായി 2023 ഇന്ത്യ അതിൻ്റെ സ്പേസ് പോളിസി പ്രഖ്യാപിച്ചു. ഈ പോളിസി സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവർ സ്വകാര്യ മേഖലയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം എത്തിച്ചു. ഇന്ന് ഇന്ത്യയിൽ 300-ലധികം സ്പേസ് ടെക് സ്റ്റാർട്ടപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അവർ ചൈനീസ് കമ്പനികളെ പോലെ വെറും ഇമിറ്റേഷൻ ടെക്നോളജിക്കാരോ സേവനദാതാക്കളോ അല്ല, ഡീപ് ടെക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന നൂതന സംരംഭകരാണ്. എന്തുണ്ടാക്കിയാലും ഇതിനെത്ര മൈലേജ് കിട്ടുമെന്നും എത്ര കാലം ഈട് നിൽക്കുമെന്നും ചോദിക്കുന്ന ഇന്ത്യക്കാരൻ്റെ DNA വിദേശ സ്പേസ് കമ്പനികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉദാഹരണത്തിന് സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ് ബംഗളൂരുവിൽ വിക്രം സീരീസ് റോക്കറ്റുകൾ വികസിപ്പിക്കുന്നത്. ഇലോൺ മസ്കിനെയും ജെഫ് ബെസോസിനെയും ആകർഷിച്ച ഡിസൈനാണിത്. ഇതേ കമ്പനി സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചുകളിലും കേമന്മാരാണ്. അഗ്നികുൽ കോസ്മോസ് എന്ന സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുന്നത് 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിനുകളാണ്. ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് 3D പ്രിന്റഡ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചത് അഗ്നികുലാണ്. നിർമ്മാണ വേഗതയും കുറഞ്ഞ ചെലവും കാഞ്ഞ ബുദ്ധിയും, അതാണ് ഇന്ത്യൻ സ്പേസ് ടെക് സ്റ്റാർട്ടപ്പുകളുടെ മൂലധനം. പിക്സൽ എന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് നിർമ്മിക്കുന്നത് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡായ ഹൈപ്പർസ്പെക്ട്രൽ സാറ്റലൈറ്റ് കൺസ്റ്റലേഷനാണ്. അത് ഉയർന്ന കൃത്യതയുള്ള എർത്ത് ഡാറ്റ നൽകുന്നു. കൃഷിക്കും കാലാവസ്ഥാ നിർണ്ണയത്തിനും ഡിഫൻസിനും പറ്റിയ ഒന്ന്. സാറ്റലൈറ്റ് സർവീസ് മാർക്കറ്റിൽ സജീവമായ സ്റ്റാർട്ടപ്പായ ഓൾസ്പേസ് ഉപഗ്രഹങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനായി കുറഞ്ഞ ചെലവിലുള്ള ജെറ്റ് പാക്കുകൾ വികസിപ്പിക്കുകയാണ്. ഇതിനായി ഇവർക്ക് $2 മില്യൺ നിക്ഷേപം ലഭിച്ചു. ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ എഞ്ചിനീയറിംഗ് അടിത്തറ പ്രയോജനപ്പെടുത്തി സങ്കീർണമായ സ്പേസ് ടെക് വികസിപ്പിക്കാനുള്ള കഴിവാണ് ഓൾസ്പേസിൻ്റെ മത്സര നേട്ടം.
ഡോക്കിങ്ങിനായി റഡാർ പോലുള്ള വിലയേറിയ സെൻസറുകൾക്ക് പകരം കമ്പ്യൂട്ടർ വിഷനും എഐയും ഉപയോഗിക്കാൻ ഓൾസ്പേസർ പദ്ധതിയിടുന്നു. സ്പേസ് ടെക് സ്റ്റാർട്ടപ്പായ ടേക്ക് മീ ടു സ്പേസ് അതിൻ്റെ സാറ്റലൈറ്റ് കൺസ്റ്റലേഷൻ വികസിപ്പിക്കുന്നതിനായി ഷെറാറ്റെ വെഞ്ചേഴ്സ് നയിച്ച ഫണ്ടിംഗ് റൗണ്ടിൽ $5 മില്യൺ സമാഹരിച്ചത്. ബഹിരാകാശത്ത് ആദ്യ AI ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കാനാണ് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത്. ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങളിൽ നേരിട്ട് AI മോഡലുകൾ അപ്ലോഡ് ചെയ്യാനും പ്രവർത്തിപ്പിക്കാനും ടേക്ക് മീ ടു സ്പേസിൻ്റെ ഓർബിറ്റ് ലാബ് പ്ലാറ്റ്ഫോം ഉപഭോക്താക്കളെ അനുവദിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനികളാണെന്ന് ഇന്ന് ആരും വിശ്വസിക്കില്ല. പക്ഷേ വിശ്വസിച്ച് മതിയാവൂ എന്നുള്ളൊരു കാലമാണ് വരാനിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുന്നത്? കാരണം മറ്റാർക്കും കഴിയാത്ത ചിലവിൽ ഇന്ത്യക്ക് ചെയ്യാൻ കഴിയും. സ്കൈ റൂട്ട്, അഗ്നികുൾ തുടങ്ങിയ സ്റ്റാർട്ടപ്പുകൾ വിക്ഷേപണ ചിലവ് വൻതോതിൽ കുറയ്ക്കുന്നു. അതാണ് ഇലോൺ മസ്ക് അടക്കമുള്ളവർ അവർ വിശ്വസിക്കുന്നത്. ഇന്ത്യയുടെ IT വ്യവസായം വളർന്നതും ഇങ്ങനെയാണ്. പതുക്കെ നീറി നിന്ന് കത്തിപ്പടരുന്ന രീതി. ഇന്ത്യ ഇന്ന് ഒരു ലോ കോസ്റ്റ് ഗ്ലോബൽ സാറ്റലൈറ്റ് ലോഞ്ച് ഹബ്ബാണ്. ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ പ്രാദേശികമായി മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അവ ISRO വഴി വിക്ഷേപിക്കപ്പെടുന്നു. സ്പേസ് എക്സ് റൈഡ് ഷെയറുകളിൽ പറക്കുന്നു. ആഗോള ഉപഭോക്താക്കൾക്ക് സർവീസ് നൽകുന്നു. ഇന്ത്യൻ ഹാർഡ്വെയർ വിശ്വസനീയവും ഫ്ലൈറ്റ് പ്രൂവനുമാണ്. ഇന്ത്യയുടെ ന്യൂ ജനറേഷൻ സ്പേസ് ടെക് സ്റ്റാർട്ടപ്പുകളുടെ കണ്ടുപിടുത്തങ്ങളിൽ ഭൂരിഭാഗവും ഡ്യുവൽ യൂസ് ആണ്. സിവിലിയൻ സാങ്കേതിക വിദ്യ ആണെങ്കിലും ഇവ സൈനിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. സ്പേസ് ടെക്കും ഡിഫൻസ് ടെക്കും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞുകൊണ്ടിരിക്കുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇന്ത്യൻ സ്പേസ് ടെക് സ്റ്റാർട്ടപ്പുകൾക്ക് 1000 കോടി രൂപയിലേറെ മൂലധനം ലഭിച്ചു. ആഗോള നിക്ഷേപകരാണ് അവരിൽ ഭൂരിഭാഗവും. $1 ട്രില്യൺ മൂല്യമുള്ള സ്പേസ് എക്കണോമിയുടെ മുൻസീറ്റിൽ ഇനി ഇന്ത്യയും ഉണ്ടാകുമെന്ന് അവർക്കറിയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ ഓഹരി നിക്ഷേപകരുടെ ഇമാജിനേഷനെ സ്വാധീനിച്ച പുതിയ തീമാണ് ഡിഫൻസ്. ഒരിക്കൽ അവഗണിക്കപ്പെട്ടിരുന്ന ഓഹരികൾ ഇന്ന് മൾട്ടി ബാഗറുകളായി മാറിയിരിക്കുന്നു. പതിറ്റാണ്ടുകളായി IT, ബാങ്കിംഗ് മേഖലകളാണ് ഇന്ത്യയുടെ വളർച്ചാ കഥകൾ നയിച്ചിരുന്നത്. ഇപ്പോൾ പുതിയ മത്സരാർത്ഥി വന്നിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ്, മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾ Nifty 50 പോലുള്ള ബെഞ്ച് മാർക്ക് സൂചികകളെ പോലും മറികടന്ന് മൾട്ടിഫോൾഡ് റിട്ടേൺസ് ആണ് നൽകിയത്. നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് ഒറ്റ വർഷത്തിനുള്ളിൽ 28% വർദ്ധിച്ചു. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇരട്ടിയായി. ഇതൊരു താൽക്കാലിക മുന്നേറ്റമല്ല, സ്ട്രക്ചറൽ ഷിഫ്റ്റാണ്. 2026 തുടക്കത്തോടെ HAL 2.9 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ് പിന്നിട്ടു. ബെൽ വാർഷിക വരുമാനത്തിൽ 23.7% വളർച്ചയും ലാഭത്തിൽ 20.8% വളർച്ചയും രേഖപ്പെടുത്തി. HAL തന്നെ 29.6% പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വളർച്ച കൈവരിച്ചു. അതവരുടെ പ്രവർത്തന മികവിൻ്റെ തെളിവാണ്. ഇവയൊന്നും വെറും ഊഹക്കച്ചവട കമ്പനികളല്ല. ലാഭമുണ്ടാക്കുന്ന, കൃത്യമായ ഓർഡറുകളുള്ള, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്ലെയേഴ്സാണ്. നിക്ഷേപകർ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നേരത്തെ ഡിഫൻസ് സ്റ്റോക്കുകൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ കളിക്കളമായിരുന്നു. ഇപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ ചാടി വീഴുന്നു. മ്യൂച്വൽ ഫണ്ടുകളും തീമാറ്റിക് പോർട്ട്ഫോളിയോകളും പ്രതിരോധ മേഖലയിലേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുന്നു. സാധാരണ ഹൈപ്പ് സെക്ടറുകളിൽ നിന്ന് ഡിഫൻസ് സ്റ്റോക്കുകളെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഒന്ന് വിസിബിലിറ്റിയാണ്. ബെൽ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾക്ക് 5 മുതൽ 10 വർഷം വരെയുള്ള ഓർഡർ ബാക്ക്ലോഗുകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അടുത്ത 1 ദശാബ്ദത്തേക്കുള്ള വരുമാനം ഇപ്പോൾ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. അസ്ഥിരമായ ഈ ലോകത്ത് നിക്ഷേപകർക്ക് ഇത് സ്വർണം പോലെയാണ്. അതുകൊണ്ടാണ് അവർ ഇന്ത്യയിലെ ഡിഫൻസിനെ സൺറൈസ് ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. ഇത് മാത്രമല്ല, വലിയ കമ്പനികൾക്ക് പിന്നിൽ ഒരു നിശബ്ദ സൈന്യമുണ്ട്. 16,000-ലധികം MSMEകൾ ഇപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് സപ്ലൈ ചെയിനിൻ്റെ ഭാഗമാണ്. കമ്പോണൻസ് നിർമ്മിക്കുന്നവർ മുതൽ വെൽഡിംഗ് വർക്ക്ഷോപ്പുകൾ വരെ. അവർ ഒരാഴത്തിലുള്ള വ്യവസായ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നു. ഇന്ന് ഇന്ത്യക്ക് മാത്രം കഴിയുന്ന ഒന്ന്, ചൈന നേരത്തെ ചെയ്തതുപോലെ ഒന്ന്. ഉയർന്നു വരുന്ന എല്ലാ ശക്തികളിലും രാഷ്ട്രീയം, വ്യവസായത്തിൽ അവിഹിതമായി ഇടപെടുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ത്യയിലും അതുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ആംസ് ഇമ്പോർട്ടേഴ്സിൽ നിന്ന് എമർജിംഗ് എക്സ്പോർട്ടറായി ഇന്ത്യ മാറുമ്പോൾ ഇതിനോടൊപ്പം മറ്റൊരു കഥയും പ്രചരിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത, എന്നാൽ ഏറെ വിവാദമുണ്ടാക്കുന്ന ഒന്ന്, പൊളിറ്റിക്കൽ ഇൻഡസ്ട്രിയൽ നെക്സസ്. ദേശീയ രാഷ്ട്രീയത്തിലെ നെപ്പോ കിഡ്സ് പ്രതിരോധ കരാറുകളെ സ്വാധീനിക്കാൻ തുടങ്ങുന്നു എന്ന് പ്രതിപക്ഷ പാർട്ടികളും മാധ്യമപ്രവർത്തകരും സ്വതന്ത്ര അനലിസ്റ്റുകളും ആരോപിക്കുന്നു. ചില കമ്പനികൾക്ക് കരാറുകളിൽ മുൻഗണന ലഭിക്കുന്നു. രാഷ്ട്രീയ ബന്ധമുള്ള സ്ഥാപനങ്ങൾക്ക് റെഗുലേറ്ററി അപ്രൂവൽസ് വേഗത്തിൽ ലഭിക്കുന്നു. തന്ത്രപരമായ പ്രൊജക്റ്റുകൾ പലപ്പോഴും സുതാര്യമായ മത്സരമില്ലാതെ നൽകപ്പെടുന്നു. ഇതെല്ലാമാണ് ആരോപണങ്ങൾ. അദാനിയും അംബാനിമാരും മുതൽ സച്ചിൻ പൈലറ്റ്, അനുരാഗ് താക്കൂർ, മുൻ കേന്ദ്രമന്ത്രി രമേശ് പൊഖ്രിയാലിൻ്റെ മകൾ ഡോക്ടർ ശ്രേയസി നിഷാങ്ക്, MP രവികിഷൻ്റെ മകൾ ഇഷിത ശുക്ല, സുധീർ ചൗധരിയുടെ മകൻ ഭാനു ചൗധരി, മുൻ നേവി ചീഫ് അഡ്മിറൽ SM നന്ദയുടെ മകൻ സുരേഷ് നന്ദ, കോൺഗ്രസ് MP ശ്രീകാന്ത് വർമ്മയുടെ മകൻ അഭിഷേക് വർമ്മ, നിതിൻ ഗഡ്കരിയുടെ 2 ആൺമക്കൾ, അങ്ങനെ മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി വരെയുള്ളവർ പ്രതിരോധ കരാറുകളിലെ അവിഹിത കഥകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവയിൽ മിക്കതും ഊഹാപോഹങ്ങൾ മാത്രമായി തുടരുന്നു.
ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത് ഡിഫൻസിലെ ക്രോണിക് ക്യാപിറ്റലിസത്തിനാണെന്നും അതല്ല ഇത് സ്ട്രാറ്റജിക് സ്റ്റേറ്റ് ബാക്ക്ഡ് ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമാണെന്നും ഇരുഭാഗവും വാദിക്കുന്നു. എന്തായാലും ലോകത്തിലെ എല്ലാ വൻ ശക്തികളും സർക്കാർ പിന്തുണയോടെയാണ് പ്രതിരോധ വ്യവസായങ്ങൾ കെട്ടിപ്പടുത്തത്. പ്രാരംഭഘട്ടത്തിലുള്ള പ്രതിരോധ വ്യവസായങ്ങൾക്ക് ഗവൺമെൻറ് സംരക്ഷണവും പിന്തുണയും നൽകണം. നാഷണൽ ചാമ്പ്യന്മാരാണ് ആഗോളതലത്തിൽ മത്സരിക്കുക. ലോക ആയുധ വ്യാപാരം നോക്കിയാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലോക്ഹീഡ് മാർട്ടിൻ പോലുള്ള കമ്പനികളെ വളർത്തിയെടുത്തത് കാണാം. റഷ്യ റോസോബോറോൺ എക്സ്പോർട്ട് പോലുള്ള ഭീമന്മാരെ സൃഷ്ടിച്ചു. ചൈന അവരുടെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് കൂറ്റൻ സബ്സിഡികൾ നൽകി. ഇങ്ങനെ നോക്കിയാൽ ഇന്ത്യ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ജിയോ പൊളിറ്റിക്കൽ പ്ലേ ബുക്ക് പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഫേവറേറ്റിസവും ഇന്ത്യൻ സർക്കാർ ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യ ഒളിഗാർക്കുകളെ സൃഷ്ടിക്കുകയല്ല, ഒരു സെൽഫ് റിലയൻറ്റ് ഡിഫൻസ് എക്കോസിസ്റ്റം കെട്ടിപ്പടുക്കുകയാണെന്നാണ് സർക്കാർ ഭാഷ്യം. ഇന്ത്യയുടെ മാറ്റം ജിയോ പൊളിറ്റിക്കലാണ്. ഒരു പ്രതിരോധ വ്യവസായത്തിൻ്റെ യഥാർത്ഥ പരീക്ഷണം അത് എന്ത് നിർമ്മിക്കുന്നു എന്നതല്ല, മറിച്ച് ആരാണ് അത് വാങ്ങാൻ തക്ക വിധം വിശ്വസിക്കുന്നത് എന്നതാണ്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വാങ്ങാൻ ആളുണ്ട്, വിൽക്കാൻ ഇന്ത്യക്ക് അളവറ്റ സ്റ്റോക്കുമുണ്ട്.